നമസ്കാരം. ലേൺ മലയാളം വിത്തിലെ ഒന്നാം മലയാളം ക്ലാസ്സിലേക്ക് 10ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്നും മലയാളം റിവിഷൻ ക്ലാസ് രണ്ടാമത്തെ ക്ലാസ്സാണ്. ആദ്യ ക്ലാസ്സിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. അത് പ്രയോജനപ്പെട്ടുവെങ്കിൽ, ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന താരതമ്യക്കുറിപ്പാണ്. അതെന്താണ് താരതമ്യക്കുറിപ്പ്, അതെങ്ങനെ എഴുതാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണെന്ന് പഠിക്കാൻ പോകുന്നത്. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് താരതമ്യക്കുറിപ്പ്, അതെങ്ങനെ എഴുതാം എന്നീ കാര്യങ്ങളും നോക്കിയാലോ. രണ്ടോ അതിലധികമോ കൃതികൾ, കവിതകൾ അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, സാമ്യങ്ങൾ ഇവ കണ്ടെത്തി വിശകലനം ചെയ്യുന്ന രീതിയാണ് താരതമ്യക്കുറിപ്പ്, അതായത് ഒരു കമ്പാരിസൺ നോട്ട്. പരീക്ഷ സാധാരണയായി ഒരു പാഠഭാഗത്തെ കവിതയും അതേ ആശയമുള്ള മറ്റൊരു കവിതയും നൽകി അവ തമ്മിൽ താരതമ്യം ചെയ്യാൻ ആവശ്യപ്പെടാറുണ്ട്. താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ഒട്ടനേകം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ. താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാമാണ്. ആകർഷകമായൊരു തലക്കെട്ട്, താരതമ്യം ചെയ്യുന്ന വിഷയത്തെ സൂചിപ്പിക്കുന്ന തലക്കെട്ട് നൽകുക. ഉദാഹരണത്തിന് മാതൃഭാഷാ സങ്കല്പം, പ്രകാശ് രാജും MTയും ഒരു താരതമ്യം. ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാവുന്നൊരു ചോദ്യമാണ്, പാഠഭാഗത്തെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം. ആമുഖം, രണ്ട് പാഠഭാഗങ്ങളെയും കുറിച്ച് ലഘുവായൊരു ആമുഖം എഴുതുക. കൃതിയുടെ പേര്, രചയിതാവ് എന്നിവ വ്യക്തമാക്കണം. സമാനതകൾ, രണ്ട് ആശയങ്ങളും അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ തമ്മിൽ ഉള്ള യോജിക്കുന്ന വശങ്ങൾ ആദ്യം എഴുതുക, അതായത് സാമ്യതയുള്ള, സിമിലാരിറ്റി വരുന്ന കാര്യം എഴുതുക. വ്യത്യാസങ്ങൾ, ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിലെ വ്യത്യാസങ്ങൾ പ്രത്യേകം എടുത്തു കാണിക്കുക. മാതൃഭാഷ വെറുമൊരു വിനിമയ ഉപാധിയല്ല, മറിച്ച് അതൊരു മനുഷ്യൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അടിസ്ഥാനമാണെന്ന് പ്രകാശ് രാജുവും MT വാസുദേവൻ നായരും അടിവരയിടുന്നു. ഭാഷ നേരിടുന്ന അധിനിവേശത്തെക്കുറിച്ചും അതിൻ്റെ വൈകാരിക തലങ്ങളെക്കുറിച്ചും രണ്ട് എഴുത്തുകാരും വ്യത്യസ്തമായ എന്നാൽ പരസ്പര പൂരകമായ കാഴ്ചപ്പാടുകളാണ് പങ്കുവയ്ക്കുന്നത്. പ്രകാശ് രാജിൻ്റെ നിരീക്ഷണങ്ങൾ, അധിനിവേശത്തിൻ്റെ ഭാഷയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അധിനിവേശക്കാരായ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കീഴടക്കിയത് അവരുടെ ഭാഷയിലൂടെയും സംസ്കാരത്തിലൂടെയുമാണെന്ന് പ്രകാശ് രാജ് നിരീക്ഷിക്കുന്നു. അസ്തിത്വത്തിൻ്റെ ഭാഗം, മാതൃഭാഷ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞ സത്യമാണെന്നും അത് നമുക്ക് നന്നായി അറിയാമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. മാതൃഭാഷയുടെ മരണം, അത് ഭാഷ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നത് ആ ജനതയുടെ നാശത്തിൻ്റെ തുടക്കമാണെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ഒരു ജനതയെ അടക്കി ഭരിക്കാൻ അവരുടെ ഭാഷയും സാഹിത്യത്തെയും നശിപ്പിക്കുക എന്ന തന്ത്രമാണ് അധിനിവേശക്കാർ പയറ്റിയത്. ഇനി MT വാസുദേവൻ നായരുടെ നിരീക്ഷണങ്ങളിലേക്ക് കിടക്കാം. വൈകാരിക ബന്ധം, മലയാളം എന്നത് തൻ്റെ ഭാഷ മാത്രമല്ല, തൻ്റെ വീടും ആകാശവും പ്രാണനുമാണെന്ന് MT വൈകാരികമായി വിവരിക്കുന്നു. സ്വപ്നങ്ങളുടെ ഭാഷയാണ്. ഏതൊരു നാട്ടിലായാലും ഏത് ഭാഷ സംസാരിച്ചാലും താൻ സ്വപ്നം കാണുന്നത് തൻ്റെ മാതൃഭാഷയിലാണെന്ന് അദ്ദേഹം പറയുന്നു. പ്രകൃതിയുമായുള്ള ബന്ധം, തന്നെ തഴുകുന്ന കാറ്റും ചുറ്റുമുള്ള നക്ഷത്രങ്ങളും കുളിർവെള്ളവുമെല്ലാം മാതൃഭാഷയുമായി ബന്ധപ്പെട്ടതാണെന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു. ഇനി ഈ രണ്ടുപേരുടെയും അഭിപ്രായങ്ങളെ നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. പ്രകാശ് രാജ് മാതൃഭാഷയെ ഒരു രാഷ്ട്രീയ സാംസ്കാരിക പ്രതിരോധമായും അസ്തിത്വമായും കാണുമ്പോൾ MT വാസുദേവൻ നായർ അതിനെ ഒരു വ്യക്തിപരമായ വൈകാരിക സുരക്ഷിതത്വമായും പ്രാണവായുവായും കാണുന്നു. പ്രകാശ് രാജ് ഭാഷയുടെ നാശം ഒരു ജനതയുടെ അടിമത്തത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ MT മാതൃഭാഷ എന്നത് മനുഷ്യൻ്റെ പ്രകൃതി സഹജമായ ബന്ധമാണെന്ന് സ്ഥാപിക്കുന്നു. രണ്ട് എഴുത്തുകാരും മാതൃഭാഷയുടെ മഹാത്മ്യത്തെക്കുറിച്ചും അത് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഒരേ സ്വരത്തിൽ സംസാരിക്കുന്നു. മാതൃഭാഷയെ വിസ്മരിക്കുന്നത് സ്വന്തം വേരുകൾ മുറിച്ചു മാറ്റുന്നതിന് തുല്യമാണെന്ന സന്ദേശമാണ് ഈ താരതമ്യം നമുക്ക് നൽകുന്നത് എന്നെഴുതി നമുക്ക് അതിന് ഉപസംഹാരം തയ്യാറാക്കാം. താങ്ക് യു ചിൽഡ്രൻ.